ടീച്ചർ നമസ്കാരം. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് നിൽക്കുകയാണ്, ഏതാനും ദിവസങ്ങളും കൂടി ഉള്ളൂ. അപ്പോൾ ടീച്ചറിന്റെ ഇലക്ഷൻ പ്രചരണങ്ങൾ എത്രത്തോളമായി? ഇലക്ഷൻ പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഫെബ്രുവരി 27-ന് LDF ഔദ്യോഗികമായിട്ട് കേരളത്തിലെ 20 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു അപശബ്ദം പോലും ഇല്ലാതെ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഫെബ്രുവരി 27 മുതൽ നമ്മൾ ഔദ്യോഗികമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു പ്രവർത്തനം. ഏതാണ്ട് 30-36 ദിവസക്കാലമായി ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. പ്രധാനപ്പെട്ട വ്യക്തികൾ, നമുക്കറിയാം, സമൂഹത്തിൽ സ്വാധീനമുള്ള ജനങ്ങളുടെ സോഷ്യലൈസേഷൻ പ്രവർത്തനം നടത്തുന്നു. അതാണ് ഏറ്റവും കറക്റ്റ്. സാമൂഹീകരണ പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ സാമൂഹ്യ ബോധമുള്ളവരാക്കുന്നതിൽ നേതൃത്വം വഹിക്കുന്ന സാമുദായിക നേതാക്കന്മാർ, അതുപോലെ പൊതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, മത നേതാക്കന്മാർ, ഇങ്ങനെയുള്ള എല്ലാവരെയും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബിസിനസ്സുകാർ, കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, IT രംഗത്തുള്ളവർ, സംരംഭകർ, വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നവർ, സ്ത്രീകൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കൂട്ടായ്മകളുടെ നേതൃത്വം വഹിക്കുന്ന ആളുകളെയും സ്ത്രീകളെയും കാണുന്ന ഒരു സാഹചര്യമാണ് നടന്നത്. നമുക്കറിയാം, 7 നിയമസഭാ മണ്ഡലങ്ങളാണ് നമുക്കുള്ളത്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും നമ്മൾ പരിശോധിച്ചാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും താമസിക്കുന്നൊരു മണ്ഡലമാണ്. ഗ്രാമം ഉള്ള ഒരു മണ്ഡലമാണ്. നഗരപ്രദേശമുണ്ട്, അതുപോലെ തന്നെ മെട്രോ സിറ്റിയുണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള വളർച്ച ഇനിയും ത്വരിതഗതിയിൽ നടക്കേണ്ട സ്ഥലങ്ങളും ദ്രുതഗതിയിലുള്ള വളർച്ചയുടെ ഭാഗമായി ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളും ഒക്കെ കൂടിച്ചേർന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ നടന്നപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ കൂടുതലായി അടുത്തറിയുന്നതിനും കൂടിയുള്ളൊരു അവസരമുണ്ടായി. അതൊക്കെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഒരു ദിശാസൂചകമായി മുന്നിലുണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കിട്ടിയ ഉത്തരവാദിത്വം വലുതാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറിയൊരു ക്യാൻവാസിൽ ഒരു 10-25 വർഷമായി ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനകീയ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ വലിയൊരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ വലിയൊരു ക്യാൻവാസിൽ മത്സരിക്കാനുള്ള അവസരം ആദ്യം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു വെപ്രാളം, അല്ലെങ്കിൽ ഇതെങ്ങനെ കഴിയും, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആശങ്കാതി ഉണ്ടായിരുന്നു. പക്ഷേ ഒപ്പം തന്നെ പെടുന്നതിനെ തന്നെ എനിക്ക് മാനസികമായൊരു കരുത്താർജിക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ കരുത്ത് എനിക്ക് തന്നത് എൻ്റെ നാട്ടിലെ ജനങ്ങളാണ്, എൻ്റെ പ്രദേശത്തെ ജനങ്ങളാണ്. എൻ്റെ 2 വാർഡിലെയും, ശാന്തിനഗർ വാർഡിലെയും ഒപ്പം തന്നെ മൂകാംബിക വാർഡിലെയും ജനങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ പരിസരത്തുള്ള പറവൂരും പരിസര പ്രദേശത്തും ഒക്കെ ഉള്ള ജനങ്ങൾ തന്നിട്ടുള്ള ഒരു പിൻബലവും ഊർജവും, എനിക്ക് തോന്നുന്നു പലപ്പോഴും ജനങ്ങൾ അല്ലെങ്കിൽ അധ്യാപകരുടെ കൂട്ടായ്മയിലൊക്കെ സംസാരിക്കുമ്പോൾ ചില നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പറയാറുണ്ട്, ടീച്ചർ MLA ആവണം, MP ആവണം, മന്ത്രിയാവണം എന്നൊക്കെ പറയാറുണ്ട്. ഞാനത് വളരെ സന്തോഷപൂർവ്വം കേൾക്കുകയും അങ്ങനെയൊന്നും ആവാനുള്ള ഒരാളല്ല ഞാൻ, അങ്ങനെ ആയിട്ടില്ല എന്നുള്ളൊരു തോന്നലുള്ള ഒരാളായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ, ജനങ്ങളുടെ ആഗ്രഹം കൊണ്ടായിരിക്കാം, അങ്ങനെയുള്ളൊരു അവസരം എനിക്കിപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയ പ്രവർത്തനങ്ങളിൽ നിന്നാണെങ്കിൽ പോലും അവിടെ നിന്ന് ജനങ്ങൾ തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ഈ വലിയ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു കരുത്താകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 35-36 ദിവസക്കാലം ഈ മണ്ഡലത്തിലൂടെ പര്യടനത്തിൽ നടന്നപ്പോൾ വീണ്ടും കൂടുതൽ കരുത്താർജിക്കാൻ, കൂടുതൽ പ്രചോദനം കിട്ടാൻ ഒക്കെ ഉള്ള അവസരങ്ങളാണ് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മണ്ഡലം മൊത്തം എന്ന് മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലാകെയും ലോകം മുഴുവൻ അനുഭവിക്കുന്നൊരു പ്രശ്നം നമ്മുടെ ഈ മണ്ഡലത്തിലും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് കുടിവെള്ള പ്രശ്നമാണ്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ലോകത്ത് ഇനിയൊരു യുദ്ധം ഉണ്ടാകുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയാവുന്നതുപോലെ കഠിനമായ വേനൽ നമ്മൾ മുൻകാലങ്ങളിൽ അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ വേനൽ അനുഭവിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ പുഴകളിൽ നിന്നുള്ള അതിൻ്റെ വാട്ടർ ലെവൽ വലിയ തോതിൽ താഴ്ന്നു പോകുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം എടുത്ത് ശുദ്ധീകരിക്കാൻ വേണ്ട സംവിധാനത്തിന് പ്രശ്നം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, കുടിവെള്ളം പ്രോസസ്സ് ചെയ്യുന്നതിനും അത് വിതരണം ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള കറണ്ടിൻ്റെ പ്രശ്നം, ഈ വെള്ളം ഷോർട്ടേജ് ആയാൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും.
അപ്പോൾ അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ജില്ലാ കോർപ്പറേഷനും ഒക്കെ ഉൾപ്പെടെ അവരുടെ ശ്രമഫലമായി ടാങ്കർ ലോറിയിൽ ശുദ്ധജലം എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നു അതിനൊക്കെ വേറെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിപ്പോൾ വൈപ്പിൻ പോലുള്ള പ്രദേശങ്ങളിൽ നമുക്കറിയാം കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിക്കാനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം ലോകത്ത് പല വികസിത രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും അതും നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിൽ താരതമ്യേന കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ തന്നെ 2 വേനൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജല ദൗർലഭ്യം നേരിടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ കുറേ കൂടി നല്ല രീതിയിൽ കിട്ടുന്ന വെള്ളത്തെ എങ്ങനെ നമുക്ക് ഭൂമിയിലേക്ക് ഗ്രൗണ്ട് വാട്ടറാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് അവയർനെസ്സും അതുപോലെ കിട്ടുന്ന വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കാനും ഒപ്പം ഗവൺമെൻറ് സംവിധാനത്തിലൂടെ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുമുള്ള നടപടികൾ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെയൊക്കെ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി എന്നുള്ള നിലയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ പതിറ്റാണ്ടുകളുടെ പോരാട്ടങ്ങളിലൂടെ നേടിയ മനുഷ്യാവകാശങ്ങളുണ്ട്. ആ മനുഷ്യാവകാശങ്ങൾ എഴുതി വയ്ക്കപ്പെട്ട നമ്മുടെ പ്രാമാണികമായ ഗ്രന്ഥം ഭരണഘടന, ആ ഭരണഘടനയും അതിൻ്റെ മൂല്യങ്ങളും തകർക്കുന്ന സമീപനം, സാഹചര്യം, സംഭവങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിൽ രാജ്യത്ത് നടക്കുന്നു. അവിടെ പാർലമെൻറ്റ് മെമ്പർ എന്ത് നിലപാട് സ്വീകരിക്കണം? തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി, ഇന്ത്യയിൽ ആകമാനമുള്ള ജനങ്ങൾക്ക് വേണ്ടി അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി ഉണ്ടാക്കാൻ, ഇതിനൊക്കെ വേണ്ടി നിലനിൽക്കേണ്ട ആളുകളാണ്. പക്ഷെ കൃത്യമായൊരു നിലപാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ചു പോയ, കേരളത്തിൽ നിന്ന് വിശേഷിച്ച് വിജയിച്ചു പോയ UDF-ൻ്റെ അംഗങ്ങൾ എടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനം CAA പോലുള്ള ജനവിരുദ്ധമായ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇതിവിടെ നടപ്പിലാക്കില്ല എന്ന് ആർജവത്തോടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുമ്പോൾ അതെങ്ങനെ പറ്റും എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, അത് ജനങ്ങളോടുള്ള ചോദ്യം തന്നെയാണ്. ഇതിവിടെ നടപ്പിലാക്കില്ല എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുമ്പോൾ അതെങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയും? അത് ചരിത്രത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യം വെച്ചിട്ടാണോ എന്നറിയില്ല. എന്താ പറയുക, ഇത് ജനങ്ങളാണ് എല്ലാം ഉണ്ടാക്കുന്നത്. നിയമമുണ്ടാക്കാനുള്ള അധികാരം കൊടുക്കുന്നത് ജനങ്ങളാണ്. ആ അധികാരം ഉപയോഗിച്ച്, പാർലമെൻറ്റ് ഉപയോഗിച്ച്, ഭരണകൂടത്തെ ഉപയോഗിച്ച് ജനവിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അത് ജനങ്ങൾ തിരസ്കരിക്കുക തന്നെ ചെയ്യും. ആ ഒരു അർത്ഥത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ഒരു നിലപാട് എടുത്തത്. അപ്പോൾ ഈ അവസരത്തിലൊക്കെ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കാൻ, അങ്ങനെയുള്ളൊരു ശബ്ദമായി മാറാൻ, ഇന്ത്യൻ പാർലമെൻറ്റിൽ അങ്ങനെ ശബ്ദിക്കാനുള്ള പ്രതിനിധികളായിട്ട് വേണം തീർച്ചയായും ഇവിടെ നിന്ന് ജയിച്ചു പോകേണ്ടവർ നിലപാടെടുക്കേണ്ടത് എന്നുള്ള ഒരു നിലപാടാണ്, ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഡിമാൻഡാണ്, ഒരു റിക്വസ്റ്റാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് എനിക്ക് വിശേഷിച്ച് പറയാനുള്ളത്.